വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ ഞാൻ കുറച്ച് ടിപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കാണുക. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ്. നമ്മൾ കുക്കറിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് വിസിൽ വരുമ്പോൾ തിളച്ച് അതിൻ്റെ കറികളൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാ കറികൾക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കടലക്കറിയൊക്കെ വെക്കുമ്പോൾ എന്തായിട്ടും ഇതേപോലെ ആവാറുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ കുക്കറും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ വളരെ വൃത്തികേടാവും. അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറി വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ മൂടിൻ്റെ ബാക്ക് വശത്ത് 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിയൊന്നും ഇതേപോലെ വിസിൽ വരുമ്പോൾ തിളച്ച് പുറത്തേക്ക് വരില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ പിന്നെ ഒരു തുള്ളി പോലും കറി പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി അടുത്ത ടിപ്സ്. ഈ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കയ്പ്പ് വരാതിരിക്കാനും കയ്പ്പില്ലാത്ത ജ്യൂസ് അടിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഇതിൻ്റെ കുരു കളയുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുരു എളുപ്പത്തിൽ എങ്ങനെ കളയാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് എടുത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുരുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കളയാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തിലാണ് കുറച്ച് കുരുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കളയാൻ കഴിയും. അപ്പോൾ ഇനി എല്ലാവരും ഓറഞ്ച് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഇതേപോലെ കുരുകളൊക്കെ കളഞ്ഞ് നല്ല കയ്പില്ലാത്ത ജ്യൂസ് അടിക്കുക. ഇനി അടുത്ത ടിപ്സ്. ഈ പഞ്ചസാരയിലൊന്നും ഉറുമ്പ് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഒരു 4-5 ഗ്രാമ്പൂ എടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കുന്ന ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഉറുമ്പ് ശല്യം ഉള്ളവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാരയിൽ ഇങ്ങനെ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഗ്രാമ്പൂ ഇട്ട് കൊടുത്താൽ കാണാം അതിൻ്റെ സ്മെല്ല് കാരണമാവാം ഉറുമ്പൊക്കെ പുറത്തേക്ക് പോകുന്നത് കാണാം. അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഉറുമ്പ് ശല്യമൊക്കെ ഉള്ളവർ ഇതേപോലെ 4-5 ഗ്രാമ്പൂ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. ഇനി അടുത്ത ടിപ്സ്. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ചുമരിലൊക്കെ ഇതേപോലെ വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ ക്രയോൺ ഉപയോഗിച്ചോ അതേപോലെ തന്നെ പെൻസിൽ ഉപയോഗിച്ചൊക്കെ വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം പോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൾഗേറ്റ് ഒരു ബ്രഷിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വരച്ചിട്ട ആ ഒരു സ്ഥലത്ത് കോൾഗേറ്റ് തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ബ്രഷ് ഒന്ന് വെള്ളത്തിൽ നനച്ചെടുത്ത് ഒന്ന് ഉരച്ചെടുക്കുക. ഇങ്ങനെ ഉരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നത് കാണാം. എന്നിട്ടൊരു നനഞ്ഞൊരു തുണിയെടുത്ത് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുമരിൽ വരച്ചിട്ടുള്ള പിക്ചറൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ക്രയോൺ കൊണ്ട് വരച്ചിട്ടതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കോൾഗേറ്റ് ഉപയോഗിച്ച് പോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇനി അടുത്ത ടിപ്സ്. ഇതൊരു കൂർക്കലിൻ്റെ ടിപ്സാണ്. അപ്പം നമുക്ക് കൂർക്കലൊക്കെ വൃത്തിയാക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ കൈയൊക്കെ വൃത്തികേടാവും, ഒരു കറയൊക്കെ വരും കൈമൽ. അപ്പം എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കൂർക്കൽ വൃത്തിയാക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൂർക്കലൊന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പഴയൊരു തുണി എടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൂർക്കലിൻ്റെ തൊലിയൊക്കെ എളുപ്പത്തിൽ തന്നെ പോവും.
ഒരു 75% വരെയൊക്കെ നമ്മുടെ കൂർക്കലിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് നീക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും കറ ആവാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് കൂർക്കൽ വൃത്തിയാക്കാൻ കഴിയും. ഇനി ബാക്കി വരുന്ന ഒരു 25% നമ്മൾ കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിലൊന്നും കറയാവില്ല. അതേപോലെ തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ എത്ര കൂർക്കൽ വേണമെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ പച്ചക്കറി തൊലിയൊന്നും കളയാതെ നമ്മൾ ഉപയോഗിക്കുന്ന പല പച്ചക്കറികളുണ്ട്. വെണ്ടക്ക, കൈപ്പക്ക, അതേപോലെ തന്നെ വഴുതനങ്ങ, ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇതിൻ്റെ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കീടങ്ങളൊക്കെ ഒന്ന് പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്രഷിലാക്കിയിട്ട് കൈപ്പങ്ങയുടെ എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മഞ്ഞൾപ്പൊടി എത്തും. അപ്പം അല്ലാതെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തൊന്നും മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും എത്തില്ല. അപ്പോൾ അങ്ങനെ വൃത്തിയാവില്ല, കീടങ്ങളൊന്നും പോയി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകിയെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കീടങ്ങളൊക്കെ പോയി കിട്ടും. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, കുറച്ചധികം കോഴിമുട്ടകളൊക്കെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം കൂടി ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കോഴിമുട്ടയുടെ തൊലികളൊക്കെ അടർത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. കുറേ തൊലികളൊക്കെ അടർന്നു പോകുന്നതുണ്ട്. അപ്പം ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് കോഴിമുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ തൊലികളൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല ക്ലീൻ ആയി കിട്ടാനും അതേപോലെ തന്നെ മിക്സിയുടെ ജാറിന് മൂർച്ചം കുറച്ച് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടയുടെ തൊലിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിം ലിക്വിഡും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സിയിലൊന്ന് നന്നായി കറക്കിയെടുക്കാം. ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ തന്നെ മിക്സിയുടെ മൂർച്ചം നന്നായി കൂടുകയും അതേപോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. എന്നിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ടും നല്ല മൂർച്ചയുള്ള ജാറും നമുക്ക് കിട്ടും. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നടുവിലത്തെ ഒരു പോർഷൻ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളി വാട്ടിയൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. ഈ ഒരു രീതിയിൽ മുറിച്ച് നമ്മൾ വാട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്സ് ആയിരിക്കും. നമ്മുടെ പപ്പടം പൊള്ള പോലെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പൊരിക്കുന്ന സമയത്ത് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി വെച്ച് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് പപ്പടം വലുതായിട്ടങ്ങ് പൊന്തി വരില്ല. നല്ലോണം പൊരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കിച്ചൺ ടിപ്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന ടിപ്സ് ആണെങ്കിൽ അതും അറിയിക്കാം. ഇതിന് മുന്നേ ഞാൻ കുറച്ച് ടിപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക.
വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.